ജേട്ടന് 70 ഇനി ആ പഴയ യൗവനത്തിലേക്ക്, മനസ്സിൻ്റെ യൗവനമല്ല ഞാൻ പറയുന്നത്, ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളത് പലപ്പോഴും മനസ്സിനെ കുത്തി വലിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വേദനിപ്പിക്കുന്നുണ്ട്, വേദനിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ ഏകാന്തതയുടെ ഒരു പ്രത്യേക തലത്തിൽ ജേട്ടന് വേണേൽ കണ്ണ് നനയിപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് ഓർമ്മകളുണ്ട്. തീർച്ചയായിട്ടും നിറയെ ഒരുപാട്. ഓരോ റെക്കോർഡിങ്സും അവിടെ ഒരു രേവതി സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു മദ്രാസിൽ. അതിപ്പോൾ ഇല്ല, പല സ്റ്റുഡിയോകളും ഇല്ല, റെക്കോർഡിങ്ങും ഇല്ല. അപ്പം എനിക്ക് കോടമ്പാകത്ത് കൂടെ ഇപ്പോൾ അവിടെ കൂടെ പോകുമ്പോൾ ആ സ്റ്റുഡിയോസൊക്കെ കാണുമ്പോൾ ആ സ്റ്റുഡിയോ ഇല്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഞാനിന്ന് ആലോചിക്കാറുണ്ട്. ഓരോ ഈ പാട്ടുകൾ പാടാൻ പോകുന്നതും എൻ്റെ പാട്ടല്ലാണ്ട് ഇപ്പോൾ ബാബുരാജിൻ്റെ പാട്ടായിരിക്കും, ബാബുക്കയുടെ ആയിരിക്കും, ദേവരാമ മാഷായിരിക്കും, ദക്ഷിണാമൂർത്തിയുടെ ആയിരിക്കും, രാഘവൻ മാഷായിരിക്കും. ഇതിനൊക്കെ പോയി ഞാൻ ഇരിക്കും. എൻ്റെ പാട്ടല്ലെങ്കിലും ഈ ദാസേട്ടൻ്റെ ആയാലും സുശീലാമ്മയുടെയും ജാനകിമ്മയുടെയും ഞാൻ എല്ലാം പോയി കേൾക്കാനിരിക്കുന്നുണ്ട് ആ കാലത്ത്. അപ്പോൾ അവിടെ പോയി ആ ജീവിതം, അതുകൊണ്ടാണ് ഇത്രയും പാട്ടുകൾ എനിക്ക് മനസ്സിൽ ഓർമ്മ വെക്കാൻ കാരണം. ജേട്ടൻ്റെ ശബ്ദത്തിനൊക്കെ രൂപഭേദം പകർന്ന നസീർ സാറൊന്നും നമ്മുടെ കൂടെ ഇല്ലിപ്പോൾ. വലിയൊരു മഹാനായിരുന്നു, വേറെ ഒന്നുമല്ല, കാരണം അതിനും വലിയൊരു മനുഷ്യനായിരുന്നു, നടനേക്കാളേറെ മനുഷ്യനായിരുന്നു ആയിരിക്കും സത്യം. വലിയൊരു മനുഷ്യനായിരുന്നു. അതായത് എനിക്ക് പല ഇൻസ്റ്റൻസ് ഉണ്ട് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത് നാഷണൽ അവാർഡ്, ഇൻ്റർനാഷണൽ അവാർഡിന് കാരണക്കാരൻ നസീർ സാറാണ്. നസീർ സാറിന് ചെയർമാനായിരുന്നു. അപ്പോൾ ആ പാട്ടിന് അന്ന് ആ കാലത്ത് പല പാട്ടുകളും ഇതിൽ വന്നു. ഇപ്പോൾ ദാസേട്ടൻ്റെ മറ്റേ ഇതിനകത്ത് സിന്ധു ഭൈരവിയില്ല പാട്ട്, പല പാട്ടുകളും കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഈ പാട്ടിന് നസീർ സാർ കൊടുത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത്, അപ്പോൾ പലരും പറഞ്ഞു അല്ല അപ്പോൾ സിന്ധു ഭൈരവിയിലെ പാട്ട് അതിന് കൊടുത്തൂടെ പറഞ്ഞു. പലർക്കും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ പാട്ട് മോശം, നിങ്ങളെല്ലാം കേൾക്കുക. ദാസ സാർ പറഞ്ഞു ഈ പാട്ട് നിങ്ങൾ സ്ക്രീനിൽ, എൻ്റെ പാട്ട് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഓഫ് ഇത് ശ്രീനാരായണ ഗുരു, എൻ്റെ പാട്ടുകളെല്ലാം ഇടാൻ പറഞ്ഞു. പാട്ട് കിട്ടും, നിങ്ങൾ മോശമാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ വേറെ ആൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു സാർ. അത് ഇടാൻ പറഞ്ഞു. ഇട്ട് കഴിഞ്ഞപ്പോൾ അന്ന് പ്രേമകാരൻ അവരൊക്കെ ജഡ്ജസ്, അവർ ബ്യൂട്ടിഫുൾ സോങ് ഇദ്ദേഹത്തിന് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നാഷണൽ അവാർഡിന് കിട്ടുന്നത്. അതെ. അപ്പോൾ എന്നിട്ട് ഞാൻ സാറിനെ കാണാൻ പോയി, നസീർ സാറിന്. അപ്പം ഞാൻ എന്താ വരാം നാഷണൽ അവാർഡ് ഇടിച്ചിരിക്കില്ലേ എനിക്ക് സ്നേഹമേ സാറല്ലേ എന്നെ കാരകൻ. ഞാനൊന്നുമല്ല, നിങ്ങൾ നല്ലോണം പാടിയോണ്ട് നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ നല്ലോണം പാടിയില്ലെന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുമൊന്നുമില്ല. അതെ, നിങ്ങൾ അർഹനാണ് പോണേ. ചേട്ടാ ആ കാലഘട്ടമൊന്നും തിരിച്ചു വരില്ല. ഏകാന്തതയിൽ ഒരുപക്ഷെ കണ്ണുനീർ പൊഴിക്കാൻ മാത്രമേ താങ്കൾക്ക് കഴിയൂ. ഇത്രേ ഉള്ളൂ സത്യം, അത് സത്യമാണ്. കരയാറുണ്ടോ? ഒറ്റയ്ക്കിരുന്ന് ചിലപ്പോൾ കണ്ണ് ഞാൻ അങ്ങനെ കരയാറൊന്നുമില്ല, എന്നാലും കരച്ചിൽ വരും, കണ്ണ് നിറയും ദുഃഖം. പക്ഷെ മനസ്സിലിങ്ങനെ തിങ്ങി നിൽക്കാറുണ്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ. പിന്നെ അതിന് ഞാൻ സമയം കൊടുക്കാറില്ല. കമ്പനിയിലേക്ക് പോകും, കൂട്ടുകാർ വിളിക്കും, നമ്മൾ അവർ ഒരു ഫോൺ അവരെ ഒന്ന് ആക്കി സ്വീപ്പാക്കി അങ്ങനെ ആക്കി കണ്ണൂർ ഭാഷ പറഞ്ഞ മക്കാറാക്കി അങ്ങനെ ചീത്ത പറഞ്ഞ് തെറി പറഞ്ഞ്. അതാണ് സ്വഭാവം. അതെ, അതാണ് ഈ സ്വഭാവം. നന്നായിട്ട് ഞാനും പഠിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ. ശരി. ജേട്ടനും ദുഃഖിക്കാൻ വേറെ പല കാരണങ്ങളുണ്ട്. ഒരുപാട് നിമിത്തങ്ങൾ താങ്കളെ നിർമ്മിച്ചുവെങ്കിൽ പോലും മലയാള സിനിമ നല്ലൊരു കാലഘട്ടം താങ്കളെയൊക്കെ മാറ്റി നിർത്തി. അത് മാറ്റി നിർത്തി എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത്, എൻ്റെ 8000 പാട്ടുകൾ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, പ്രദീപ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം പറഞ്ഞു, എല്ലാവരും പറയുന്നു ജേട്ടൻ ആ കാലഘട്ടത്തിൽ 10 വർഷം പാടിയിട്ടില്ലെന്ന്. പക്ഷേ ജേട്ടൻ പല പാട്ടുകൾ അന്ന് പാടിയിട്ടുണ്ടെന്ന് ദൃഷ്ടാന്തം അങ്ങനെ കാണിച്ചു എഴുതി. ഈ പടത്തിൽ പാടിയിട്ടുണ്ട്, ആ പടത്തിൽ പാടിയിട്ടുണ്ട്, ഈ പടത്തിൽ പാടിയിട്ടുണ്ട്. പക്ഷേ ആ കാലത്ത് പുള്ളി പറഞ്ഞ പലരും ജേട്ടനെ അവാർഡ് വേണമെന്ന് വെച്ചിട്ട് പർപ്പസിൽ അവാർഡ് ചെയ്തു.